എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നദിയുണ്ടോ, സെർബിയയിൽ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് ബെൽഗ്രേഡ് രണ്ട് നദികളാണുള്ളത്. ഒന്ന് ഡൂണയും ഒന്ന് സാവയും. അപ്പോൾ ഈ ഡൂണ നദിയുടെ ഡൂണാവ് പോകുന്നതാണ് ഇങ്ങനെ പോകുന്നത്. ഏകദേശം അവിടെയായിട്ട് വന്നിട്ട് അടുത്തൊരു നദിയുണ്ട് സാവ, അവിടെയായിട്ട് മെർജാവുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള രണ്ട് നദികളായത്. ആ കാണുന്ന ഐലൻഡ് ഉണ്ട്. ആ കാണുന്ന ഐലൻഡിലേക്ക് ഈ സമ്മർ ടൈമില് ഗവൺമെന്റ്, അതായത് ഇവിടുത്തെ ആർമി ഒരു ബ്രിഡ്ജ് സ്ഥാപിക്കും, ഒരു വാക്കിംഗ് ബ്രിഡ്ജ്. ഇവിടുത്തെ ഈ ഒരു കരയിൽ നിന്ന് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും വാർ ഐലൻഡ് ആണെന്ന് പറയുന്നത്. നമുക്ക് അവിടേക്ക് പോകാനായിട്ട് ഒരു ബ്രിഡ്ജ് ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ സമ്മർ ടൈമിലും സ്ഥാപിക്കാറുണ്ട്. അപ്പൊ നമ്മളിന്ന് അത് കാണാനായിട്ട് പോവാണ്. എല്ലാവരെയും ഞാൻ ആ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകല്ലേ, വാ. ബെൽഗ്രേഡില് സെമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അതായത് സെമൺ മുനിസിപ്പാലിറ്റിയാണ്, തൊട്ടടുത്താണ് ബെൽഗ്രേഡിൽ നിന്ന്. ഇപ്പോ ഈ ഐലൻഡിൽ നിന്ന് അടുത്തൊരു ജംഗ്ഷൻ, അതായത് ആ വലിയ ബിൽഡിംഗ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ കാണുന്നതിന്റെ അവിടെയാണ് ബെൽഗ്രേഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ പറയുന്നത് സെമൺ എന്നാണ്. ഇതാണ്ടോ, ഇത് ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറയെ മീനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുഴയാണിത്. പിന്നെ ഒരുപാട് അരയന്നങ്ങളുണ്ട്. വൈകുന്നേര സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നിരവധി കോൺസെപ്റ്റും അതുപോലെ ഒരുപാട് റെസ്റ്റോറന്റുകളും ഉള്ള ഒരു ഏരിയ ആണിത്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം. കുറച്ച് ദൂരം ഇവിടെ നടക്കാനായിട്ട്. നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബസ് നമ്പറും കാര്യങ്ങളൊക്കെ, ഇനി സെർബിയയിലാണെന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ബസ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസും കൂടെയാണിത്. കാരണം അതൊരു വലിയ വാക്കിംഗ് സോണാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റും. ഇതൊരു വലിയ വാക്കിംഗ് സോണാണ്. ഇവിടെ വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു തിരക്കല്ല. ഇപ്പൊ ഏകദേശം ഉച്ച സമയത്തേ ഉള്ളൂ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ. ഫുള്ളും ഇവിടുത്തെ സെർബിയക്കാരായിട്ട് പോട്ടെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിക്കോട്ടെ, ഇവിടെ നിരവധി ആൾക്കാർ വന്ന് വൈകുന്നേര സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകളും അതുപോലെ നിരവധി റെസ്റ്റോറന്റുകളും ഈ ഏരിയയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജ് നേരെ പോകുന്നത് ആ ഐലൻഡിലേക്കാണ്. ആ ഐലൻഡിനെ പറയുന്നത് ഗ്രേറ്റ് വാർ ഐലൻഡാണ്. അതായത് ഇവിടെ നേരത്തെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഐലൻഡായിരുന്നു മെയിൻ ഹബ്ബ്, ഇവർക്ക് ആയുധങ്ങൾ ശേഖരിക്കാനും അങ്ങനെയുള്ള പല കാര്യത്തിനും വേണ്ടി. അപ്പോൾ നിലവിൽ അവിടേക്ക് പോകാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഈ സമ്മർ ടൈമിൽ എടുത്ത ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിലോട്ട് പോകാം. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ വരും വീഡിയോയിൽ ഞാൻ പറയാം. അല്ലാതെ മാക്സിമം ഇതിൽ തന്നെ ഉൾപ്പെടുത്താൻ നോക്കാം. എങ്കിലും നമുക്ക് ഇന്നിപ്പോൾ ആ ബ്രിഡ്ജിൽ കേട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. വാ. സമ്മർ ടൈമിൽ അവർ പണിയാണ്. നദിക്ക് കുറുകെയാണ് അവരിത് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ, അതായത് നമുക്കിവിടെ സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും പുറം രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്, സീ സൈഡിലേക്ക്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട്, മാക്സിമം കുറയ്ക്കുന്നതിനായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റാണിത്. കാരണം ഇതിനകത്ത് ഒരു ഭാഗം തന്നെ അവിടെ അങ്ങോട്ട് കാണിച്ചേക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതൊരു ബീച്ച് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോകുന്ന ആൾക്കാർക്ക് അവിടെ കുളിക്കാനും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ,
ബീച്ച് സെറ്റപ്പാണ് അവിടെ ഉള്ളത്. നമുക്ക് അവിടെ കുളിക്കാൻ പറ്റും. നമ്മൾ മാക്സിമം കുളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അറിയത്തില്ല എന്ന് കുളിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു പ്രിപ്പറേഷനിലല്ല വന്നത്. നമ്മളങ്ങനെ ഗ്രേറ്റ് വാർ ഐലൻഡിലേക്ക് ഐലൻഡ് ഇവിടെ നിരവധി സഞ്ചാരങ്ങളുണ്ട്. എനിക്ക് എവിടെയൊക്കെ ഏതൊക്കെ ഭാഗത്ത് വീട്ടിൽ വരുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ വീടുകളൊക്കെ കണ്ടുപോകാനുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. അതുപോലെ നമുക്കിവിടേക്ക് വരാനുള്ള ബസ് നമ്പറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് ഏതൊക്കെ ബസ് നമ്പറാണ് നമുക്ക് ബെൽഗ്രേഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത് എന്നുള്ളത് ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഏതൊക്കെ ബസ് നമ്പർ വരാനുള്ള ബസ് നമ്പർ എന്ന് വെച്ചാൽ 707 ഉണ്ട്, 706 ഉണ്ട്, 703 ഉണ്ട്. 703 എന്ന് പറയുമ്പോൾ നമ്മൾ 706 കയറിയ അടുത്ത ബസ് സ്റ്റോപ്പാണ് 703. 703 വേറെ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. എന്നാലും നമുക്ക് 706, 707, 84, 17 വരാറുണ്ടല്ലോ ഇങ്ങോട്ട്. 17 വേറെ റൂട്ടാണ്. 84 ഇങ്ങോട്ട് വരുന്നു. 84 84 വരും.
കുറച്ച് ബസ്സുകൾ അവിടെ കുറച്ചല്ല കൂടുതൽ ബസ്സുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബെൽഗ്രേഡിൽ നിന്ന് ഇവിടേക്ക് വരാൻ പറ്റും. പറ്റുവാണെങ്കിൽ 84 കയറിയ കറക്റ്റ് സ്റ്റോപ്പ്. 84 ബെൽഗ്രേഡ് ഓൾഡ് ടൗണിൽ നിന്ന് 84 കയറി നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഈ ഒരു ടൈം മാത്രമേ ഇതിനകത്ത് എൻട്രി കിട്ടത്തുള്ളൂ. നമുക്ക് ആ ഒരു പോർഷൻ അതിനകത്തേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് അധികം പോകുന്നില്ല. കുറച്ച് കറങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമ്മൾ തിരിച്ച് ആ ബീച്ചിലേക്ക് പോകാം. നമുക്ക് അതുപോലെ തന്നെ ആൾക്കാർ ടെന്റ് അടിച്ച് താമസിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് അറിയത്തില്ല നമുക്ക് എങ്ങനെ പറ്റുമെന്നുള്ളത്. എന്നാലും ആൾക്കാർ ടെന്റ് അടിച്ചും കാര്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. എനിക്കുള്ള ഒരു അടിപൊളി സംഭവം. ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ആ റിവർ ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു പോർഷനിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല ഈ ഒരു സൈഡിലേക്ക്. പക്ഷേ കണ്ടോ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ വേറെ വലിയ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളായിട്ട് ശല്യം ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്തായാലും ഒരു അടിപൊളി പ്ലേസ് ആണ്. വളരെ അടുത്ത് ഉള്ള സ്ഥലമാണ് ബെൽഗ്രേഡിലുള്ള. വന്ന് ഈ ഒരു സമ്മർ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ്. എല്ലാവരെയും കൊണ്ട് ക്ഷണിക്കുക കേട്ടോ. കാരണം ബെൽഗ്രേഡ് നിരവധി ആൾക്കാർ ഇന്ത്യയിൽ നിന്നുണ്ട്. പക്ഷേ ആരും അങ്ങനെ കണ്ടിട്ടില്ല അധികം. എന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്.